ഇറാന്റെ ഒരൊറ്റ കപ്പൽ പോലും കടലിൽ വിഹരിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല. കണ്ടാൽ ഉടൻ തന്നെ പിടിച്ചെടുക്കുമെന്ന താക്കീതായിരുന്നു US കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നൽകിയത്. എന്നാൽ ഇറാൻ ആകട്ടെ ഒരു കൂസലുമില്ലാതെ തന്നെ USന്റെ ഉപരോധം മറികടന്നുകൊണ്ട് ശക്തമായി തന്നെ ഈ കപ്പലുകൾ അവിടെ ഈ കടലിലേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ വിഹരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ തീരത്തേക്ക് പ്രവേശിച്ച 3 ഇറാൻ കപ്പലുകളെ US തടഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇതോടുകൂടി തന്നെ ഇറാനെതിരായ സാമ്പത്തിക ഉപരോധ നീക്കം കൂടുതൽ ഘടിപ്പിക്കാൻ ഇവിടെ US തയ്യാറായിരിക്കുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ തീരത്തിന് സമീപം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വെച്ച് 3 ഇറാനിയൻ എണ്ണക്കപ്പലുകളാണ് ഇറാന്റേതായി തന്നെയുള്ള കപ്പലുകളായി തന്നെ അമേരിക്കൻ സൈന്യം തടഞ്ഞിരിക്കുന്നത്. ഡീപ് സീ, അതേപോലെ തന്നെ ഡൊറീന, സെവിൻ എന്നീ കപ്പലുകളാണ് US സൈന്യം തടഞ്ഞിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി തടയുന്നതിനായി തന്നെ അമേരിക്ക പ്രഖ്യാപിച്ച കർശനമായ ഉപരോധം ലംഘിക്കാൻ ഈ കപ്പൽ ശ്രമിച്ചു എന്നതാണ് US സൈന്യം ഇവിടെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. 2 കപ്പലുകളെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് തന്നെ തിരിച്ചുവിട്ടതായി തന്നെ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഡൊറീന എന്ന കപ്പലാകട്ടെ നിലവിൽ US യുദ്ധക്കപ്പലിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളതെന്നതാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെയും അതേപോലെ തന്നെ മലേഷ്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളോടും ചേർന്ന് കിടക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ വെച്ചാണ് ഈ എണ്ണക്കപ്പലുകൾ തടഞ്ഞത് എന്നതാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം ഇറാൻ തടഞ്ഞതായും വ്യക്തമാക്കുന്നു. അനിശ്ചിതകാലത്തേക്ക് വെടിനിർത്തൽ നീട്ടി അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പരോക്ഷ നിലപാടെടുത്തിരിക്കെ തന്നെയാണ് ഇറാൻ നിലപാട് കർശനമാക്കിയതായി തന്നെ ട്രംപ് ഭരണകൂടത്തെ ഇപ്പോൾ ചൊടിപ്പിച്ചതായി വ്യക്തമാക്കുന്നത്. ഇതോടെയാണ് US സാമ്പത്തിക ഉപരോധം ശക്തമാക്കിക്കൊണ്ട് ഇറാനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നതും. ഈ പോരാകട്ടെ ഹോർമൂസും പേർഷ്യൻ ഗൾഫ് കടലും പിന്നീട് ഇന്ത്യൻ തീരത്തിന് സമീപത്തേക്കും എത്തുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 2 ചരക്ക് കപ്പലുകൾ പിടിച്ചെടുത്തതായി ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. IRGC നാവികസേനയാണ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചത്. നേരത്തെ 2 കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയതായി UK മാരിടൈം ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കപ്പലുകളാണ് ഇറാൻ പിടിച്ചെടുത്തതായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ പനാമയുടെ പതാകയേന്തിയ MSC ഫ്രാൻസിസ് അതേപോലെ മറ്റ് 2 കപ്പലുകൾ കൂടെ പിടിച്ചെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ വലിയ രീതിയിൽ അതായത് ലൈബീരിയൻ പതാകയുള്ള കപ്പൽ UAE ജബൽ അലി തുറമുഖത്തു നിന്നും ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തേക്ക് കടക്കുന്നതായി അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കപ്പൽ ട്രാക്കിംഗ് ഡാറ്റകൾ കാണിക്കുന്നത്. 2 കപ്പലുകളും ഇറാനിയൻ തീരത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും 3ാമതായി തന്നെ ഒരു ഗ്രീക്ക് കപ്പൽ കൂടി തന്നെ ലക്ഷ്യമിട്ടതായി IRGCയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വൃത്തങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.